സ്നേഹത്തിന്റെ കപ്പ വണ്ടൂരിൽ വിരുന്നൊരുക്കി നാട്ടുകാർ. കപ്പയും പോത്തിറച്ചിയും ഒരു ചെമ്പിലിട്ട് പാകം ചെയ്ത് വിളമ്പുന്ന കപ്പത്തുറവി എന്നറിയപ്പെടുന്ന നോമ്പുതുറയിൽ പങ്കെടുത്തത് 3000-ലധികം ആളുകളാണ്. സമീപ വീടുകളിലേക്ക് പാഴ്സലുകളും നൽകി. 36 വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാരിൽ ചിലർ കൗതുകത്തിനായി ആരംഭിച്ച നോമ്പുതുറ ഇന്ന് നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന ആഘോഷമായി മാറിയിരിക്കുകയാണ്. 15 കിലോ കപ്പയിൽ തുടങ്ങിയ നോമ്പുതുറ ഇന്ന് 820 കിലോ കപ്പയിലേക്കും 375 കിലോ ബീഫിലേക്കും വളർന്നു. പാചകത്തിനും വിളമ്പുന്നതിനുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പന്തൽ കെട്ടിയാണ് പാചകം ചെയ്തതും വിളമ്പിയതും. ഇത്തവണത്തെ ചെലവ് 2 ലക്ഷത്തിലധികം രൂപയായിരുന്നു. പ്രദേശത്തെ യുവജന കൂട്ടായ്മകൾ, പ്രവാസികൾ, നാട്ടുകാർ എന്നിവരുടെ സഹായത്തോടെയാണ് ചെലവ് കണ്ടെത്തുന്നത്. മികച്ച ഇനം കപ്പയാണ് ഉപയോഗിച്ചത്. ഇതിനായി പ്രത്യേകം കപ്പ കൃഷിയും ചെയ്തിരുന്നു. കപ്പ വൃത്തിയാക്കുന്നതും പാചകം ചെയ്യുന്നതും ഇറച്ചി തയ്യാറാക്കുന്നതുമെല്ലാം നാട്ടുകാർ തന്നെയാണ്. റംസാൻ 25-ാം ദിവസത്തെ നോമ്പിനാണ് ആദ്യമായി കപ്പ തുറവി തുടങ്ങിയത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ തീയതി മാറ്റിയിട്ടില്ല. നോമ്പുതുറയായി തുടങ്ങിയ ഈ ആഘോഷം ഇന്ന് എല്ലാ മതവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന ആഘോഷമായി മാറിയിരിക്കുകയാണ്. ഈ ചാനൽ വണ്ടൂർ. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.